കേരളത്തിലെ സംരംഭ വ്യവസായ സ്ഥാപനങ്ങൾക്ക് കുതിപ്പിലേക്കുള്ള പാതയൊരുക്കാൻ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് ഫെബ്രുവരി 8 നടക്കും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് എല്ലാ സെഷനുകളിലും പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. കൊച്ചി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിലാണ് മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് നടക്കുക. ബിസിനസ് രംഗത്തെ അധികായരെ ആദരിക്കുന്ന മീഡിയ വൺ ബിസിനസ് എക്സലൻസ് പുരസ്കാരം കോൺക്ലേവിൽ വിതരണം ചെയ്യും. പുതിയ ബിസിനസ് ഐഡിയകളും സ്ട്രാറ്റജികളും അന്വേഷിക്കുന്നവർക്കായി ഇതാ 1 മിനിറ്റ് സക്സസ് സ്റ്റോറി. വിശക്കുമ്പോൾ നമ്മളെല്ലാം ആദ്യം ഓർക്കുന്ന പേരുകളിലൊന്നിന്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാം ഒറ്റ ക്ലിക്ക് കൊണ്ട് വമ്പൻ ക്ലിക്കായ ഒരു ബിസിനസ് സംരംഭത്തിന്റെ കഥ. സ്റ്റാർട്ടപ്പായി തുടങ്ങി ഒരു ബഹുരാഷ്ട്ര സ്ഥാപനമായി വളർന്ന സൊമാറ്റോയുടെ വിജയഗാഥ. ദീപീന്ദർ ഗോയൽ, പങ്കജ് ഛത്ത എന്നീ 2 ഡൽഹി IITക്കാർ ചേർന്നാണ് 2008 സൊമാറ്റോയ്ക്ക് തുടക്കമിട്ടത്. ഡൽഹിയിലെ ഹോട്ടലുകളുടെയും ചായക്കടകളുടെയും മുന്നിലെ നീണ്ട ക്യൂ അതായിരുന്നു ഇവരുടെ തലയിൽ വീണ ആപ്പിൾ. വിവിധ ഹോട്ടലുകളിലെ മെനു കാർഡുകൾ ലഭിക്കുന്ന ഒരു വെബ് പോർട്ടൽ തുടങ്ങി ആദ്യം. പേര് ഫുഡി ബേ. 2010 സൊമാറ്റോ എന്ന് പേര് മാറ്റുന്നതും ഇന്നത്തെ നിലയിൽ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതും. വളരെ വേഗം സ്വീകാര്യത നേടിയ സൊമാറ്റോ രാജ്യത്തെ വിവിധ നഗരങ്ങളിലേക്ക് വളർന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2013 വിദേശ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ച് ഇന്റർനാഷണൽ ബ്രാൻഡായി. വമ്പൻ കമ്പനികളുടെ നിക്ഷേപമെത്തി. $24 ബില്യൺ ഇന്ന് വിപണി മൂല്യം. 5000-ലേറെ ജീവനക്കാരും 3.5 ലക്ഷത്തിലേറെ ഡെലിവറി പാർട്ട്ണർമാരും. ഫുഡ് ഡെലിവറി മേഖലയിൽ കടുത്ത മത്സരമുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരം നവീകരിച്ചുകൊണ്ടാണ് സൊമാറ്റോയുടെ മുന്നേറ്റം. ഓഫറുകളും ഡിസ്കൗണ്ടുകളും കൗതുകമുള്ള പ്രൊമോഷനുകളുമെല്ലാം സൊമാറ്റോയുടെ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായി. 800 നഗരങ്ങളിലായി 3 ലക്ഷം റെസ്റ്റോറന്റുകൾ സൊമാറ്റോയുടെ ഭാഗമായി. 300 കോടിയിലേറെ ഓർഡറുകൾ ഡെലിവറി ചെയ്തു. 2025 ഫെബ്രുവരിയിൽ സൊമാറ്റോയുടെ മാതൃകമ്പനി എറ്റേണൽ എന്ന് പേര് മാറ്റി. ബെറ്റർ ഫുഡ് ഫോർ മോർ പീപ്പിൾ എന്നാണ് അന്നും ഇന്നും സൊമാറ്റോയുടെ മുദ്രാവാക്യം. കസ്റ്റമർ റിലേഷൻഷിപ്പിന്റെ ഏറ്റവും നല്ല മാതൃകകളിലൊന്നുകൂടിയാണ് സൊമാറ്റോ.